മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഈ നാണം കെട്ട അടി ഇത്രയും വെളിവില്ലാത്ത ആളുകൾ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളൂല എന്നുള്ളത് 100% ഉറപ്പാണ്. എന്നാലും മറ്റോ വനവാസത്തിന് പോകും. അവർക്ക് അവരുടെ കാര്യം അല്ല, നാട്ടുകാരാരും അവർക്ക് അറിയണ്ട. ആദ്യം 4-ാം തീയതി ആകട്ടെ, ഇതൊന്ന് എണ്ണിട്ട് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. ഇവിടെ കോൺഗ്രസ് ഇല്ലാതാവും, അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഒരു കാരണവശാലും വരെയില്ല. അടുത്തത് LDF തന്നെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോൾ ആകെ മൊത്തം കോമഡിയാണ്. ഇലക്ഷന് മുന്നേ ആരംഭിച്ച അടി ഇതുവരെയും അവസാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുൻപേ സീറ്റിന് വേണ്ടിയായിരുന്നു തമ്മിലടിയും പിണങ്ങിപ്പോക്കുമെല്ലാം. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണ് പുതിയ അടി. ഒരിക്കലും കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത മുഖ്യമന്ത്രി കസേരയ്ക്കായി VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അവരുടെ അനുയായികളുമെല്ലാം ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിൽ തല്ലും അടിപിടിയും ഒക്കെയാണ്. ഏതായാലും ഇവരുടെ ഈ അടിയെല്ലാം ജനങ്ങളും കാണുന്നുണ്ടല്ലോ അല്ലേ? അവർക്കും ചിലത് പറയാനുണ്ടാവും. നമുക്ക് കേട്ടിട്ട് വരാം. കോൺഗ്രസിൽ ഇപ്പം നടക്കുന്ന കുറെ ചർച്ചകളൊക്കെ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ചിരിക്കാനാണ് തോന്നുന്നത്. ഇവിടെ VD സതീശൻ്റെ ബോർഡ് വയ്ക്കുന്നു, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നേതാക്കന്മാർ എല്ലാവരും കസേരയ്ക്ക് വേണ്ടി അടിയാണ്. കസേരയ്ക്ക് വേണ്ടി ഇത്രയും അടി കൂടുമ്പോൾ തന്നെ ജനങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് എന്നും അടിയിലേ അവസാനിക്കുള്ളൂ. അവർ ഇനി കയറി വന്നാലേ ഇനി അടിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. കഷ്ടപ്പെട്ട് കയറി വന്നാൽ പോലും അത് വലിയ നീളത്തിൽ പോകില്ല. ഇത് നമുക്ക് തുടർ ഭരണം ഉറപ്പാണ്. ഇനിയും അവർ ഭരണം കിട്ടിയില്ലെങ്കിൽ തകർന്ന് തരിപ്പണമാവും. ഇവിടെ കോൺഗ്രസ് ഇല്ലാതാവും. ഈ മുതിർന്ന നേതാക്കളാണ് ഇങ്ങനെ പരസ്പരം അടിക്കുന്നത്. അവർ മുതിർന്നലായാലും ഈ താഴെ കിടക്കണവരായാലും അടിയോട് അടിയാണ്. അവർക്ക് എന്താ നാട്ടുകാരെ കാര്യം അവർക്ക് അറിയണ്ട. അവരെ കീശ തീർക്കുക, അത് മാത്രമേ ഉള്ളൂ. സീറ്റ് കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. സാധാരണ ജനം ഒരിക്കലും കോൺഗ്രസിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അവർക്ക് തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ട് അവർ തന്നെ സ്വയം ഓരോരുത്തരും മുഖ്യമന്ത്രി ആവാനും വേണ്ടിയിട്ട് ഞാനാവും അവനാവും എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ കണ്ടില്ല, ഇന്നലെ തന്നെ സതീഷിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വീഡിയോ തന്നെ അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വെളിവില്ലാത്ത ആളുകൾ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളൂല എന്നുള്ളത് 100% ഉറപ്പാണ്. ആദ്യം 4-ാം തീയതി ആകട്ടെ, ഇതൊന്ന് എണ്ണിട്ട് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. ഇവർ പരസ്പരം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഈ നാണം കെട്ട അടി. ആദ്യം ഇലക്ഷനിൽ ജയിക്കുമെന്ന് കണ്ടിട്ടില്ലേ പിന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുള്ളൂ. ഇപ്പം ഒന്നും ആവാതെ ജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ഉള്ള എക്സിറ്റ് പോളുകളിലും സർവേകളിലൊക്കെ LDF വീണ്ടും തിരിച്ച് അധികാരത്തിൽ വരുമെന്നുള്ള സർവേകളാണ് വന്നിട്ടുള്ളത്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലെന്ന് തന്നെ പറയാം. അവർ ഈ അടി പണ്ടേ ഉള്ളവരാണല്ലോ, അടി കൂടുന്നവരാണല്ലോ എപ്പോഴും. എല്ലാം നേതാവാണ്. പിന്നെ ആർക്ക് കിട്ടണം, എനിക്ക് കിട്ടണം. ചെന്നിത്തല പറയും ചെന്നിത്തലയ്ക്ക്, രമേശ് അധികാരമോ അത്രയോ. കസേരയുടെ ബലം മാത്രമാണ് തൊട്ടടിച്ച് മാറ്റാം. ഈ കോൺഗ്രസിന്റെ അകത്ത് ഇപ്പൊ നടക്കുന്ന അടി പത്രത്തിലൊക്കെ കാണുന്നുണ്ട്. പത്രത്തിൽ മാത്രമോ, വാർത്ത തുറക്കുമ്പോഴേ അതേ ഉള്ളൂ. ചേട്ടാ, ഇപ്പൊ വാർത്തയിൽ മൊത്തം കോൺഗ്രസ്സുകാരുടെ അടിയാണ്. അത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അത് മാത്രമല്ല, ഗ്രൂപ്പ് അടിയും കൂടെയാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അവർക്ക് ആരും മുഖ്യമന്ത്രി ആവണമെന്നാണ്. പിന്നെ ഇവിടെ KPC പ്രസിഡൻ്റായിട്ട് വന്ന രമേശ് ചെന്നിത്തലയാണ് ഈ തുടക്കം ഉണ്ടാക്കി വെച്ചത് മൊത്തം. എന്നിവിടെ വന്ന് അന്ന് മുതൽ ഗ്രൂപ്പായി. A ഗ്രൂപ്പ് പ്രത്യേകം, I ഗ്രൂപ്പ് പ്രത്യേകം. എത്ര പണിയെടുത്താലും ശരി തന്നെ ഈ ചെന്നിത്തലയാണ് ഇതിൻ്റെ എല്ലാം ചൈഡ് വലിക്കുന്ന ആൾ. ഇതിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന നേരത്ത് KC വേണുഗോപാൽ അല്ലെങ്കിൽ ചെന്നിത്തല. എന്നാലും മറ്റോ വനവാസത്തിന് പോകും. അത് സത്യം തന്നെയാണ്. ആ നിൽക്കുന്ന സ്ഥലത്ത് പോലും ജയിക്കില്ല. അത് സത്യമാണ്, അത് ഉറപ്പുമാണ്. അതുകൊണ്ട് ഇപ്പം എന്തായിരുന്നാലും അവർ വരില്ല. പിന്നെ അവർ മുമ്പേ ഉള്ളൊരു മോഹം അവർ പറയണമെന്നേ ഉള്ളൂ, അത് നടക്കുകയില്ല.